പെട്ടെന്നൊരു ജോലി സെറ്റാകാൻ വേണ്ടിയിട്ടാണ് EME പോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ SAP എന്നൊരു കോഴ്സ് എടുത്തു സർട്ടിഫൈഡ് ആയി. ഒരു മാസം കൊണ്ട് തന്നെ 2 സ്ഥലത്ത് പ്ലേസ്ഡ് ആയി. വളരെ സന്തോഷം. താങ്ക് യു ജസ്ന ഫോർ എ ബ്യൂട്ടിഫുൾ ട്രീറ്റ്. ആ ഒരു സന്തോഷം. ഇവിടുന്ന് പോയാലും എപ്പോഴും EME നിങ്ങളുടെ ഫാമിലിയാണ്, സെക്കൻഡ് ഫാമിലിയാണ്, സെക്കൻഡ് ഡോർഷിപ്പാണ്. ഇവിടെ വരണം എപ്പോഴും. ഓക്കെ. എൻ്റെ പേര് ജസ്ന. ഞാനിപ്പോൾ 2 കമ്പനിയിൽ ഒരുമിച്ച് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഞാൻ BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷനാണ് പഠിച്ചത്. അതുകൂടാതെ ചെറിയൊരു ഗ്യാപ്പ് വന്നപ്പോൾ ഇങ്ങനെ കൂടുതൽ കമ്പനീസിൽ ജോലിക്കായി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ HR കണക്ട് ചെയ്യുമ്പോൾ ചോദിച്ചിരുന്നത് എക്സലിലൊക്കെയാണോ, SAP അറിയോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് EME എന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി അറിയുന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് SAP എന്താണ്, SAPയിൽ കൂടുതലുള്ള സാധ്യതകൾ, അതിലെ കൂടുതൽ മൊഡ്യൂൾസ് എല്ലാം ഇവിടുത്തെ ട്രെയിനേഴ്സ് എനിക്ക് പറഞ്ഞു തന്നു. കൂടാതെ തന്നെ എനിക്ക് സോഫ്റ്റ് സ്കിൽ, ലാംഗ്വേജ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്തു. എക്സെല്ലും നമുക്കിവിടെ സർട്ടിഫിക്കേഷൻ തരുന്നുണ്ട്. എക്സെല്ലിൽ കൂടുതൽ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് 2 മോക്ക് ഇൻ്റർവ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സർട്ടിഫൈഡ് ആയതിന് 1 വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് ഇൻ്റർവ്യൂ വന്നു, അതിൽ ക്ലിയറായി. രണ്ടാമത് ഒരു ഇൻ്റർവ്യൂ വന്നു, അതിലും ക്ലിയറായി. അപ്പോൾ അങ്ങനെ 2 കമ്പനീസിലാണ് ഒരുമിച്ച് പ്ലേസ്ഡ് ആയത്. വളരെ നല്ല ട്രെയിനേഴ്സാണ് ഇവിടെ. നമുക്ക് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സാണ് നമുക്ക് ട്രെയിൻ ചെയ്യുന്നത്. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് തീരെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ലാംഗ്വേജ് ആണെങ്കിലും ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ട്രെയിൻ ചെയ്തു. അവർ പറയുന്ന രീതിക്ക് നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് ഞാൻ പോലും അറിയാതെ ഞാൻ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ലൊരു ചേഞ്ചാണ് എനിക്ക് ഈ ഒരു 4 മാസം കൊണ്ട് EMEയിൽ നിന്ന് കിട്ടിയത്. EME ആണോ ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്ന റിസൾട്ട് പ്രകാരം EME തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ ബെസ്റ്റ്. SAP പഠിക്കാൻ ആഗ്രഹമുള്ള ആർക്കും EME ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്.